ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ +2 ഇംഗ്ലീഷ് ആണ്. അതിലെ മാച്ച് ബോക്സ് എന്നൊരു സ്റ്റോറിയാണ് ബൈ ആശാപൂർണ ദേവി. അപ്പൊ ഇതും വിമൺ എംപവർമെന്റിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. നമുക്ക് നോക്കാം. ഇപ്പോ there are two ways of spreading light. രണ്ട് തരത്തില് നമുക്ക് പ്രകാശം പരത്താം എന്നാണ് പറഞ്ഞത്. രണ്ട് തരത്തില് നമുക്ക് പ്രകാശം പരത്താം. ടു ബി ദ ക്യാൻഡിൽ, ഒന്ന് ഒരു മെഴുകുതിരിയെ പോലെ നമ്മൾ പ്രകാശം പരത്തി അങ്ങനെ നമ്മൾ ഉരുകിത്തീരാം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ഒന്നാമത്തത്. അല്ലെങ്കിൽ ഓർ ദ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു കണ്ണാടി പോലെ ആവാം. അപ്പോ എന്താ ഉണ്ടാവുക, ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് അത് നമ്മളിൽ കൂടെ അത് അങ്ങനെ പരത്താം. ഇങ്ങനെ രണ്ട് വിധത്തില് പ്രകാശം പരത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോ വുമൺ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീയിങ് എ കാൻഡിൽ ഓർ എ മിറർ. ഒരു സ്ത്രീ ഷുഡ് ചൂസ്, അവൾ തെരഞ്ഞെടുക്കണം ബിറ്റ്വീൻ ബീയിങ് എ കാൻഡിൽ ഓർ എ മിറർ. ഒരു മിറർ ആവണോ അല്ലെങ്കിൽ ഒരു കാൻഡിൽ ആവണോ എന്ന് ഒരു സ്ത്രീ തിരഞ്ഞെടുക്കണം. ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ, എന്നിട്ട് അവരുടെ സ്വന്തം ആ വിമോചനത്തിനു വേണ്ടി അവര് ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം. ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു ബിക്കം, അവരുടെ മാത്രല്ല വരാൻ പോണ ജനറേഷനും നല്ലതിനു വേണ്ടി, അവരുടെയും മോചനത്തിനു വേണ്ടി അവര് ജോലി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. മാച്ച് ബോക്സ്. അപ്പൊ ഇത് സ്റ്റോറിയാണ്. സ്റ്റോറി തുടങ്ങുകയാണ്. ഐ ഓൾവേസ് കമ്പയർ വിമൺ ടു മാച്ച് ബോക്സസ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ ഒരു തീപ്പെട്ടി ആയിട്ടാണ് അവർ കമ്പയർ ചെയ്യണം. ഒരു തീപ്പെട്ടി പോലെയാണ് അവർ എന്നാണ് പറയുന്നത്. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. മാച്ച് ബോക്സസ്, even though they have enough gunpowder to set 100 langas aflame, അവരില് ഒരു 100 ലങ്കാസ്, ഇപ്പൊ പണ്ട് ഹനുമാൻ ലങ്ക ചുട്ടരിച്ച ആ ഒരു ഇതിനോട് ഉപമിപ്പിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയണത്. ഒരു 100 ലങ്ക എഫ്ലൈം എന്ന് പറഞ്ഞാല് തീ വെച്ച് കത്തിക്കാനുള്ള ഗൺ പൗഡർ, വെടിമരുന്ന് ആ തീപ്പെട്ടിയിലുണ്ട്. എന്നാലും അപ്പൊ തീപ്പെട്ടിയിൽ ഒരു 100 ലങ്ക വേണമെങ്കിൽ കത്തി ചാമ്പലാക്കാൻ കഴിവുള്ള വെടിമരുന്ന് ആ തീപ്പെട്ടിയിലുണ്ടെങ്കിലും ദേ സിറ്റ് അറൌണ്ട് മീക്ക് ആൻഡ് ഇന്നസെന്റ്, അവർ വളരെ വളരെ പാവങ്ങളായിട്ട് അവരൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ സ്ത്രീകളില് വളരെയധികം ശക്തിയുണ്ട്, അവരിൽ വളരെയധികം കഴിവുകളുണ്ട്. പക്ഷെ അത് അവർക്ക് പുറത്തെടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പുറത്തെടുക്കാതെ അവർ വളരെ പാവങ്ങളായിട്ട് അവരൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ഇതാ പറഞ്ഞത്. ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, അപ്പോ ഒന്നുകിൽ അടുക്കളയില് അല്ലെങ്കിൽ പിന്നെ ബെഡ്റൂമില്, എനിവർ, ഹിയർ ആൻഡ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, എനിവർ, അവര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. വിമൺ ആർ എക്സാക്ട്ലി ദ സെയിം. എല്ലാ സ്ത്രീകളും എക്സാക്ട്ലി ദ സെയിം ആണ്. ഒരു വിധത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സെയിം ആണ്, ഒരുപോലെയാണ് എന്നാ പറഞ്ഞത്. പിന്നെ യു വാണ്ട് എൻ എക്സാമ്പിൾ.
ഒരു എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ഒരു കഥയിൽ കൊടുക്കുന്നുണ്ട്. എന്താണ്? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അപ്പോൾ ഈ കഥ നേരേറ്റ് ചെയ്യുന്ന അവരുടെ നേരെ മുൻവശത്ത് ലുക്ക് കെയർഫുള്ളി, ഒന്ന് നല്ലോണം നോക്കുക. ദാറ്റ് എനോർമസ് എന്ന് പറഞ്ഞാൽ വലിയ 3-story ഹൗസ്, 3 നില വീട്, ഇൻ ഫ്രണ്ട് ഓഫ് us, നമ്മുടെ മുന്നിലുള്ള, അവിടേക്ക് നോക്കാം. സൺഡേ മോർണിംഗ്, ഒരു ഞായറാഴ്ച രാവിലെ, ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. അലക്കുകാരൻ, വാഷർമാൻ എന്ന് പറഞ്ഞാല് അലക്കുകാരൻ വന്നിട്ടുണ്ട്, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിസ് ഡർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിസ് ഡർട്ടി ക്ലോത്ത്സ്. അജിത്തിന്റെ ഡർട്ടി ക്ലോത്ത്സ്. അജിത്ത് എന്ന് പറഞ്ഞാൽ ആ 3-story ബിൽഡിങ്ങിലെ ആ ഹൗസിലെ അവിടെ താമസിക്കുന്ന ആളാണ്. അപ്പോ അജിത്തിന്റെ ഡർട്ടി ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ കഴുകാനുള്ള ക്ലോത്ത്സ്, വൃത്തികേടായ ക്ലോത്ത്സ് എന്ന് പറഞ്ഞ വസ്ത്രങ്ങള്, അത് അലക്കുകാരന് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ്? ദ വാഷർമാൻ, അലക്കുകാരന് കൊടുക്കുന്നതിന് മുമ്പ് നമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ്. നമിത എന്ന് പറഞ്ഞാല് ഈ അജിത്തിന്റെ ഭാര്യ നമിത എന്നാണ് പേര്. ഗോസ് ത്രൂ ദ പോക്കറ്റ്സ്, ആ പോക്കറ്റ്സിൽ കൂടെ ഒന്ന് നോക്കും. പോക്കറ്റിൽ അലക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കൂലേ, അതാണ് പറയുന്നത്. നമിത ഗോസ് ത്രൂ ദ പോക്കറ്റ് വൺ ലാസ്റ്റ് ടൈം, ഒരിക്കൽ, ആൻഡ് ഡിസ്കവേഴ്സ്, കണ്ടുപിടിച്ചു, ദ ലെറ്റർ, ഒരു ലെറ്റർ കണ്ടു. നമിതയ്ക്ക് ഒരു ലെറ്റർ കിട്ടി. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലോപ്പ്, ആകെ ഒരു കൂട്ടി ചുരുട്ടിയ ഒരു എൻവലോപ്പ്, വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ, അതിന്റെ മൗത്ത് കീറിയിട്ടുമുണ്ട്. ആൻഡ് ഓൺ ദ എൻവലോപ്പില് നമിതാസ് നെയിം, നമിതയ്ക്കുള്ള എഴുത്താണത്, നമിതയ്ക്ക് വന്ന എഴുത്താണ്. നമിതാസ് നെയിം ആ എൻവലോപ്പും ഉണ്ട്. അപ്പോ ഭാര്യയ്ക്ക് വന്ന എഴുത്താണ്. ഭർത്താവ് ഭാര്യയെ കാണിച്ചിട്ടില്ല. ഭർത്താവ് വായിച്ചിട്ട് അത് ചുട്ടിക്കൂട്ടി മൂപ്പരുടെ പോക്കറ്റിൽ ഇങ്ങനെ വെച്ചു. അതാണിപ്പോ ഇതിൽ നിന്നുള്ള അർത്ഥം. അങ്ങനെ എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. അപ്പൊ ഒരു തീ, ഒരു ആളല് എന്ന് പറയില്ലേ, നമിത ഒരു ആളി എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ നെർവ്സ് ആൻഡ് വെയിൻസ്, ഞരമ്പുകളിലും വെയിൻസിലും ഒക്കെ ഒരു ആളല് ഉണ്ടായി. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ്. അവള് ഡ്രോപ്സ് ആ ക്ലോത്ത്സ് ഒക്കെ അവിടെ ഇട്ട്, എന്നിട്ട് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. അങ്ങനെ ബെഡുമ്മേ ഇരുന്നിട്ട് ആ ലെറ്റർ ഒന്ന് തുറന്നു. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ആദ്യം നോക്കിയത് ഡേറ്റ് ആണ്, എന്നാണ് ഈ ലെറ്റർ ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് നോക്കിയത്. ഗോയിങ് ബൈ ദ ഡേറ്റ് ഇങ്ങനെ നോക്കിയപ്പോ ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. 3 ദിവസം മുമ്പ് ലെറ്റർ വന്നിട്ടുണ്ടാവും എന്ന് മനസ്സിലായി. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ്. അങ്ങനെ എൻവലപ്പ് മേൽക്കുന്ന നോക്കി, ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. പോസ്റ്റ് മാർക്കും ഡേറ്റും ഒക്കെ മാച്ച് ആണ്. പോസ്റ്റ് മാർക്കിലുള്ള ഡേറ്റും എഴുത്തിലെ ഡേറ്റും ഏതാണ്ടൊക്കെ മാച്ച് ആണ്. That too bears the same witness. Yes, the letter came 3 days ago. അതെ, 3 ദിവസം മുമ്പാണ് ഈ ലെറ്റർ വന്നിട്ടുള്ളത്. അങ്ങനെ അജിത് ഹാസ് ഓപ്പൺ ഇറ്റ്. അജിത് തുറന്നിട്ടുണ്ട്, ആൻഡ് റെഡ് ഇറ്റ്, ആൻഡ് വായിച്ചിട്ടുണ്ട്. അപ്പൊ റീഡും റെഡും എഴുതുമ്പോൾ ഒരുപോലെ തന്നെയാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. റീഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, റീഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, റെഡ് എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അജിത് ഹാസ് ഓപ്പൺഡ്, അജിത് ലെറ്റർ തുറന്നിട്ടുണ്ട്,
and it read it, വായിച്ചിട്ടുമുണ്ട്. Then crumbled. എന്നിട്ട് അത് ഒന്ന് ഇങ്ങനെ ചുട്ടിക്കൂട്ടി and twisted it and dropped into his pocket. ഞാൻ ആ പോക്കറ്റിലിട്ട് and left it there. Hasn't felt the need to mention it even once to Namita. Hasn't felt. അവന് തോന്നിയില്ല the need to mention, ഈവൻ വൺസ്, ഒരിക്കലെങ്കിലും. ഇപ്പൊ സാധാരണ എഴുത്തു വന്ന അങ്ങനെ തന്നെയാണ് ചെയ്യല് എന്നാണ് ഇപ്പോ നമിത പറയുന്നത്. അപ്പൊ ഒരിക്കലെങ്കിലും ഇത് എഴുത്തു വന്നിട്ടുണ്ടെന്നുള്ള ഭാര്യയോടൊന്ന് പറയണമെന്ന് ഹി ഹാസൻ ഫെൽറ്റ്, അവന് തോന്നിയില്ല, ഭർത്താവിന് തോന്നിയില്ല. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ഡോപ്പ് നൗ ബേൺസ് സ്റ്റെഡിലി. അങ്ങനെ ആ ആളല് പിന്നെയും അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമം, ഹിസ്സിങ്, sounding, is not on each of her mind strings. Because this incident, ഈ കാരണം, ഈ സംഭവം കാരണം, is not a casual, because this incident is not a casual oversight. ഈ സംഭവം ഒരു കാഷ്വൽ ഓവർസൈറ്റ് അല്ല, ഇറ്റ്സ് ഡെലിബറേറ്റ്. അത് ഇതൊരു മനഃപൂർവ്വമാണ്. ഇതൊരു പിന്നെ അങ്ങനെ ഒരു കെയർലെസ് ആയിട്ട് സംഭവിച്ചതല്ല അജിതിന്റെ ഭാഗത്ത് നിന്ന്. അജിത് ഇറ്റ് ഇസ് ഡെലിബറേറ്റ്. ഇത് മനഃപൂർവ്വം അജിത് എന്നെ കാണിക്കാതിരിക്കണതാണ് എന്നാണ് നമിത പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യും അടുത്ത എപ്പിസോഡിൽ. അപ്പൊ ഇത് അർത്ഥം പഠിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം, എൻ്റെ വീഡിയോസ് എല്ലാം ഇംഗ്ലീഷിന്റെ അർത്ഥം നല്ലവണ്ണം പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ വെറും പരീക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ക്യാപ്സ്യൂളായിട്ട് എഴുതി തരുന്നത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്നത് കൊണ്ട് പരീക്ഷ പാസ്സാകും, പക്ഷെ നമ്മുടെ നോളജ് വർദ്ധിക്കില്ല. അപ്പൊ എല്ലാവരും നോളജ് വർദ്ധിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് ആണത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ താല്പര്യമുള്ളവര് ഇത് വായിക്കുക, അത് പഠിക്കുക. ഇനി +2 കുട്ടികൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും വേണമെങ്കിലും പഠിക്കാം. അത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള രൂപത്തില്. ഓക്കെ, അപ്പൊ എല്ലാവരോടും അത് നന്നായി പഠിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഉപദേശിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.